പരിശുദ്ധ പിതാവിൻ്റെ ഔദ്യോഗികമായ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ ഭാരതം പോലെയുള്ള രാജ്യത്തു നിന്നുള്ള സഭാമക്കളുടെ ആദ്യത്തെ ചോദ്യം ഞങ്ങളുടെ രാജ്യം എന്നാണ് പരിശുദ്ധ പിതാവ് സന്ദർശിക്കുന്നത് എന്നാണ്. സ്വാഭാവികമായി ഫ്രാൻസിസ് മാർപ്പാപ്പായെ പ്രതീക്ഷിച്ചിരുന്ന ഭാരത സഭയെ സംബന്ധിച്ചും ഭാരത ദേശത്തെ സംബന്ധിച്ചും ഇപ്പോൾ വീണ്ടും ഈ ചോദ്യം ആവർത്തിക്കപ്പെടുന്നത് സ്വാഭാവികമാണ്. എന്നാണ് പരിശുദ്ധ പിതാവ് ഭാരതം സന്ദർശിക്കുക? ഇപ്പോൾ നമുക്ക് വ്യക്തമായ ഉത്തരം അതിന് പറയുവാൻ സാധിക്കില്ല. പരിശുദ്ധ പിതാവിൻ്റെ അക്കാര്യത്തിലുള്ള പ്രയോറിറ്റി, അതിൻ്റെ കലണ്ടർ, അത് കൃത്യമായി നടപടിക്രമത്തിലൂടെ മാത്രമേ അത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. എങ്കിലും ഭാരതം സന്ദർശിക്കും എന്ന് പൂർണ്ണമായി നമുക്ക് വിശ്വസിക്കാം. കാരണം ഭാരതത്തിലെ സഭ ഫ്രാൻസിസ് പാപ്പായുടെ സാന്നിധ്യം ഏറെ ആഗ്രഹിച്ചിരുന്നു. ഗവൺമെൻറ് നടപടിക്രമങ്ങൾ അത് പൂർത്തിയാക്കുന്നതനുസരിച്ച് തീർച്ചയായും വേഗത്തിൽ അത് സാധിക്കും എന്ന് ഞാൻ കരുതുന്നു. ഇന്ത്യയിലെ ഇപ്പോഴത്തെ യുദ്ധ അന്തരീക്ഷം ഒക്കെ മാറി സർക്കാർ രേഖാമൂലമായ അക്കാര്യത്തിലുള്ള ഒരു തീരുമാനം പരിശുദ്ധ പിതാവിനെ അറിയിക്കുമ്പോൾ ഭാരതം സന്ദർശിക്കാനുള്ളതിൽ ഒരു പ്രത്യേക പ്രയോറിറ്റി അതിലുൾപ്പെടുത്തി നമ്മുടെ നാട്ടിൽ വരും എന്നാണ് ഞാൻ വിശ്വസിക്കുക. നല്ല ആരോഗ്യ ദൃഢഗാത്രനായ നല്ല ചുറുചുറുക്കുള്ള ഒരു മാർപ്പാപ്പ ഭാരതം സന്ദർശിക്കുന്നത് നമ്മെ സംബന്ധിച്ച് വലിയ ഒരു രാജ്യം, നമ്മുടെ സഭാ സമൂഹം ഈ വലിയ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ ക്രൈസ്തവ സാക്ഷ്യം നൽകുന്നു എന്നുള്ളതിൻ്റെയും എല്ലാം ഒരു അടയാളപ്പെടുത്തലായി ഈ സന്ദർശനം മുൻപോട്ട് പിതാവിൻ്റെ മനസ്സിലുണ്ടാകും എന്ന് തീർച്ചയായും ഞാൻ കരുതുന്നു. അത് ഭാരത സർക്കാരും ഭാരതത്തിലെ സഭയുടെ ഔദ്യോഗികമായ പ്രതിനിധികളും ഇക്കാര്യത്തിൽ പിതാവിനോട് നേരിട്ടും രേഖാമൂലവും അത് സംസാരിക്കുമ്പോൾ, രേഖപ്പെടുത്തി നൽകുമ്പോൾ ഉചിതമായ നടപടി പരിശുദ്ധ പിതാവിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. സന്ദർശനം അത് അതിൻ്റെ സമയ ക്രമീകരണത്തിൽ നടക്കട്ടെ. ഭാരത സഭയ്ക്കും കേരള സഭയ്ക്കും ഈ പിതാവിൻ്റെ ശുശ്രൂഷയിൽ എന്തെങ്കിലും സന്ദേശമുണ്ടോ? പിതാവ് ആദ്യം സംഭാഷണത്തിൽ ആവശ്യപ്പെട്ടത് മിഷണറിയായി സഭ കൂടുതൽ മേഖലകളിലേക്ക് മാറുക എന്നുള്ളതാണ്. നമുക്കുള്ളത് സംരക്ഷിച്ചുകൊണ്ട് ഇരിക്കാനല്ല, മിഷണറിയായി നമ്മൾ മാറുവാൻ നമുക്കുള്ളതെല്ലാം, നമുക്കുണ്ടായിരിക്കേണ്ടതെല്ലാം ഉപയോഗിക്കുക എന്നുള്ളതാണ്. യേശുക്രിസ്തുവിന് സാക്ഷിയായി ജീവിക്കാനുള്ള ആഹ്വാനമാണ് നൽകുക. അതിൽ നമ്മൾ ഒറ്റപ്പെട്ട തുരുത്തലുകളായിട്ടല്ല, ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് ലയോ 14 മാർപ്പാപ്പായോട് ചേർന്ന് നിന്ന് നമ്മൾ മിഷണറിമാരായി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. നമ്മൾ അനുഭവപ്പെടുന്ന പ്രതിസന്ധികൾ എന്തായാലും ക്ഷമയോടും വിട്ടുവീഴ്ചയോടും കൂടി ഈ കാര്യങ്ങളെ സമീപിക്കുവാനുള്ള ധാർമ്മികമായൊരു ബാധ്യത നമുക്കുണ്ട്. ഒറ്റപ്പെട്ട തുരുത്തുകളായി മാറുന്ന ഒരു കാഴ്ച നാം സമൂഹത്തിൽ കാണുന്നുണ്ട്. മനുഷ്യർ വംശീയമായും വർഗീയമായും ചിന്തിച്ച് അതിൽ ഒരു താല്പര്യം, സന്തോഷം അനുഭവിക്കുന്ന ഒരു കൂട്ടമായി മാറുമ്പോൾ യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു സഭയിൽ ഈ പ്രാദേശിക വാദങ്ങൾക്കും വംശീയ ചിന്തകൾക്കും സ്ഥാനമില്ല എന്ന് നമ്മെ പഠിപ്പിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പും അതോടൊപ്പം തന്നെ ഒരു നിയോഗവുമായി പരിശുദ്ധ ലയോ 14 മാർപ്പാപ്പ സഭയുടെ പത്രോസിൻ്റെ ശുശ്രൂഷകനായി നമ്മെ നയിക്കുമ്പോൾ നമുക്ക് അദ്ദേഹത്തോട് ചേർന്ന് നിന്ന് മിഷണറിമാരാകുന്നതിന് പരിശ്രമിക്കാം. മിഷണറിമാരാകുന്നതിന് നമ്മെ സഹായിക്കുന്ന പ്രധാന ഘടകങ്ങൾ എന്തെല്ലാമെന്ന് നമ്മുടെ കൊച്ചു പഞ്ചായത്തും രാജ്യവും സംസ്ഥാനവും അതിലും നാം പറയുന്ന പ്രാദേശികമായ വിഷയങ്ങളിലെ ഒരു പ്രത്യേക താല്പര്യങ്ങൾ മാത്രം സംരക്ഷിച്ചുകൊണ്ട് നിൽക്കാനല്ല, മറിച്ച് യേശുക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. അത് പുതിയ സ്ഥലങ്ങളിലേക്ക് പോകാം, പുതിയ മനുഷ്യരെ പരിചയപ്പെടാം, പുതിയ സ്ഥലങ്ങളിൽ യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പങ്കുവയ്ക്കൽ നടത്താം എന്നുള്ള മേഖലയിൽ നമുക്കൊരു വെല്ലുവിളിയാണ് പരിശുദ്ധ പിതാവ് നൽകുക. അതുപോലെ തന്നെ ഏറ്റവും ദരിദ്രരായ ആളുകളുടെ ഇടയിലെ ശുശ്രൂഷയെക്കുറിച്ച് പരിശുദ്ധ പിതാവിൻ്റെ വൈദികനായും മെത്രാനായുമുള്ള ശുശ്രൂഷ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അത് നമുക്ക് സാധ്യമാകുന്ന തലങ്ങളിലേക്കെല്ലാം മറ്റുള്ളവരുടെ വിലയിരുത്തലിനെ അടിസ്ഥാനപ്പെടുത്തിയല്ല, മാധ്യമങ്ങൾ എന്ത് പറയുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല, മാധ്യമങ്ങളിലെ ചർച്ചകളിൽ സഭയെ എങ്ങനെ വിമർശിക്കുന്നു എന്നതിൻ്റെ പേരിലല്ല, ദൈവാത്മാവ് നമ്മെ എങ്ങനെ പരിശോധിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെട്ട് നമുക്ക് മുൻപോട്ട് പോകാം. അതിന് പരിശുദ്ധ പിതാവ് നൽകുന്ന പ്രചോദനവും നമ്മെ മുമ്പോട്ട് നയിക്കുന്ന ആ വലിയ കരുത്തും നമുക്ക് നല്ല മാതൃകയായിരിക്കട്ടെ.